ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രോൺ സ്റ്റൂ ആണേ. നമുക്ക് അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോൺ സ്റ്റൂ ആണേ. കിടിലൻ ടേസ്റ്റ് ആണേ. നമുക്കൊരു പാൻ എടുത്ത് വെക്കാം. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ, കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇടാം. ഉള്ളിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മതി. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്കിനി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവേ. ഓക്കെ, ഉള്ളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ഇടാം കേട്ടോ. വെജിറ്റബിൾസ് പറയുമ്പോൾ ഇഷ്ടമുള്ള ഇടാം. ഞാൻ ഇവിടെ ക്യാരറ്റ്, ക്യാപ്സിക്കം, തക്കാളി, ബ്രൊക്കോളി ഇതൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അരപ്പിനായിട്ട് എടുക്കുന്നത് മല്ലിയില, തക്കാളിക്ക, അതുപോലെ തന്നെ കറിവേപ്പില, പച്ചമുളക്, കുറച്ച് സവാള നന്നായിട്ട് പേസ്റ്റ് ആക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. ഇതെല്ലാം കൂടെ അരച്ച് നല്ല പേസ്റ്റാക്കി ഈ വയറ്റ് വെച്ചതിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ അരപ്പ് ഫുള്ള് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് പച്ചമണം മാറട്ടെ കേട്ടോ. അതുവരെ ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടേ. നല്ല കളർഫുള്ളായിട്ട് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുത്താലോ. ഞാൻ ഇവിടെ മല്ലിപ്പൊടി, ഗരം മസാല നമ്മൾ തന്നെ ഉണ്ടാക്കിയ കേട്ടോ. കറുവപ്പട്ട, ഗ്രാമ്പൂ, പെരുംജീരകമൊക്കെ പൊടിച്ചിട്ട്, പിന്നെ വേണ്ടത് കുരുമുളക് പൊടി. ഇതൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ അരപ്പ് റെഡിയാക്കിയ മിക്സിയുടെ ജാറിലോട്ട് തന്നെ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി ഒഴിച്ച് കൊടുക്കുകയാണേ. എന്നിട്ട് നമുക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കാം. ഞാൻ പ്രോൺസ് നന്നായിട്ട് കട്ടൊക്കെ ചെയ്ത്, അത്യാവശ്യം വലിയ പ്രോൺസ് ആട്ടോ, നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. അടപ്പ് തുറക്കുമ്പോൾ നല്ല മണമാട്ടോ വരുന്നത്. ഇനി നമുക്ക് തേങ്ങാപ്പാലോട് ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാണേ. ഇനി അത് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ. തിളച്ച് ഒന്ന് കുറുകി വരണം. ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോൺസ് സ്റ്റൂ. കിടില കേട്ടോ, അടിപൊളി ടേസ്റ്റാണേ. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കിടിലൻ കോംബോ ആണേ. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും. അടിപൊളിയായിട്ടുള്ളൊരു ഡിഷാണേ. അപ്പോൾ താങ്ക് യു.